അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉപകാരപ്രദമായ അറിവുകൾ എന്ന ശീർഷകത്തിൽ 10ാമത്തെ ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായി ഏറെ ജോലി ചെയ്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി അദ്ദേഹം കേട്ടു. ഖാല ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിജാരിഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ സത്യവിശ്വാസിയാവുകയില്ല. ഹത്താ യുഹിബ്ബ ലി അഖീഹി, തൻ്റെ സഹോദരന് അവൻ ഇഷ്ടപ്പെടുന്നത് വരെ, മാ യുഹിബ്ബു ലി നഫ്സിഹി, അയാൾക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് അത്. സ്വന്തത്തിന് വേണ്ടി എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അതെല്ലാം തൻ്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാൾ വിശ്വാസിയാവുകയില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. നാം നമുക്ക് വേണ്ടി എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം തൻ്റെ സഹോദരന് വേണ്ടിയും ആഗ്രഹിക്കണം. നാം നമുക്ക് വേണ്ടി എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്? ഒരു നല്ല വീടുണ്ടാവണം, നല്ലൊരു ജോലി വേണം, മക്കൾക്കൊക്കെ നല്ല നിലക്ക് ജീവിച്ചു പോകാനുള്ള ഒരു ചുറ്റുപാട് വേണം, ഇഹപര വിജയം വേണം. ഇതൊക്കെ നാം നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തൻ്റെ സഹോദരനും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കണം. ഞാൻ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കും പോലെ തന്നെ എൻ്റെ സഹോദരനും സ്വർഗത്തിൽ പോകണം. എനിക്ക് ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാവണം, അതേ രൂപത്തിൽ ഭൗതികമായ നേട്ടങ്ങൾ അയാൾക്കും വേണം. ആഖിറം അയാൾക്ക് വെളിച്ചമാകണം, എനിക്കും വെളിച്ചമാകണം. അതേപോലെ തന്നെ തനിക്ക് വേണ്ടി താൻ എന്തൊക്കെ വേണ്ടെന്ന് വെക്കുന്നുണ്ടോ അതൊക്കെ തൻ്റെ സഹോദരനും വേണ്ടെന്ന് വെക്കണം. സൽപ്പേര്, കളങ്കപ്പെടുത്തുന്ന സംഗതി അയാൾക്ക് വേണ്ടി ഉണ്ടാവരുത്, എനിക്ക് വേണ്ടി ഉണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ, എനിക്ക് പേര് ദോഷം വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അയാളുടെയും പേര് ദോഷം വരാൻ പാടില്ല. അയാൾ എന്നും വിഷമിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്, ഞാൻ വിഷമിക്കരുത് എന്ന് എനിക്കുള്ളത് കൊണ്ട് തന്നെ അയാൾ രോഗിയാവണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. കാരണം എനിക്ക് രോഗിയാവുന്നതിൽ ഒട്ടും താല്പര്യമില്ല. അങ്ങനെ നാം നമുക്ക് വേണ്ടി എന്തൊക്കെ നല്ലത് ആഗ്രഹിക്കുന്നുണ്ടോ, ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് നല്ലത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, നമുക്കിഷ്ടം തോന്നുന്നുണ്ടോ എന്തിനോടൊക്കെ, അതെല്ലാം തൻ്റെ സഹോദരനും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കണം എന്നുള്ളതാണ്. കാരണം സാഹോദര്യ ബന്ധം നമ്മളും നമ്മളുടെ സഹോദരനും, അത് നേർപ്പറ്റ സഹോദരനാകട്ടെ ഇസ്ലാമിക സഹോദരനാകട്ടെ, നമുക്ക് വേണ്ടി നാം ആഗ്രഹിക്കുന്നതൊക്കെ ഔഹുവത്തിൽ, ആ സാഹോദര്യ ബന്ധത്തിൽ പെട്ടത് തന്നെ ആവേണ്ടതുണ്ട്. ഒരാളുടെ മാത്രം ഉയർച്ചയല്ല, മറിച്ച് സമൂഹത്തിൻ്റെ മൊത്തം ഉയർച്ചയാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. ഒരാളുടെ മാത്രം പുരോഗതിയല്ല, മൊത്തം സമൂഹത്തിൻ്റെ പുരോഗതിയാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ സൽഗുണങ്ങളും നമ്മുടെ സഹോദരനും ഉണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കുക. എന്നാൽ മാത്രമേ നമ്മളെ വിശ്വാസി എന്ന് വിളിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. വാ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.